വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പുസ്തകം വായിച്ച് അത്രമാത്രം എന്നെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആളുടെ വീടിൻ്റെ അകത്തേക്ക് ആദ്യമായിട്ടാണ് ഒരാളെ പ്രവേശിപ്പിക്കുന്നത്. ഒരാൾ പക്ഷെ ഭക്ഷണം ഇന്ന് എറിഞ്ഞ് തരികയും ചെയ്തു താഴത്ത്. ഞാനത് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിളമ്പി തരുമെങ്കിൽ ഞാൻ കഴിക്കും. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് സോറി, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, ശീലം അതായി പോയതുകൊണ്ടാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാനൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ച ആളാണ്, പിന്നീട് മതം വിട്ടുപോയ ആളാണ്, ഇപ്പോൾ ജീവിക്കുന്നത് ജാതി മതം ഇല്ലാതെയാണ്, ഒക്കെ അറിയാം. എന്നിട്ട് ആൾ വിളിക്കുന്നു. പക്ഷെ ആൾക്ക് എനിക്ക് വിളമ്പി തരുമ്പോൾ അങ്ങ് ഇടുന്ന ശീലത്തെ ആൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ അറിവ് കൊണ്ട് ആളുടെ ശീലം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ജാതീയത എന്ന് പറയുന്നത് ദർശനം കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്നതല്ല. ഞാൻ നല്ല മൂഡിലാണോ മോശം മൂഡിലാണോ ദേഷ്യത്തിലാണോ വെറുപ്പിലാണോ അസ്വസ്ഥയിലാണോ എന്നുള്ളതിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാവശ്യക്കാരൻ വന്നാൽ അത് തൻ്റെ മുകളിലാണോ താഴെയാണോ ഒന്നും നോക്കാതെ തൻ്റെ മുമ്പിൽ ആവശ്യക്കാരൻ വരുമ്പോൾ എൻ്റെ മൂഡിനെ മാറ്റിവെച്ച് അയാളുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ എന്നിലുള്ള പങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് കരുണയുള്ള ആൾ. നാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകത്തിനെ കുറിച്ച് മുമ്പ് ഷൗക്കത്ത് എഴുതി ഞാൻ വായിച്ചു. നാരായണ ഗുരുവിനെ അനുകമ്പ എന്ന വികാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷൗക്കത്ത് പറയുന്നുണ്ട്, അതിൽ അനുകമ്പ സമാന്തരമായിട്ടുള്ളതാണ്, കാരുണ്യം എന്ന് പറയുമ്പോൾ താഴേക്കാണ് എന്ന് പറയും. അതെ, അതൊന്ന് വിശദമാക്കാമോ? ഇപ്പം നമുക്കൊരാളോട് ഇപ്പം അതിൽ തന്നെ ഒരു വാക്കുണ്ട്, അരുൾ, അൻപ്, അനുകമ്പ. 3 വാക്കുകളാണ് ഗുരു ഉപയോഗിക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ. അരുൾ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് തന്നിൽ നിന്ന് അന്യമായിട്ടിരിക്കുന്നതാണ് പലത് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ മിത്രവും ശത്രുവൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ തന്നിൽ നിന്ന് അന്യമല്ല, ഇതൊക്കെ ഒരേ ഒരു പൊരുളാണ് എന്ന് പറയുന്ന ഒരു വെളിച്ചുണ്ടാകുന്ന ഒരു ബോധാവസ്ഥയ്ക്കാണ് അരുൾ എന്ന് പറയുന്നത്. പക്ഷേ അരുൾ അങ്ങനെ ഒരു ബോധാവസ്ഥ, ഒരു അറിവുണ്ടായി കഴിഞ്ഞു എന്നുകൊണ്ട് നമുക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. അദ്വൈത ദർശനം എന്നും ഭാരതത്തിലുണ്ട്, പക്ഷെ എന്നും ജാതി ഉണ്ടല്ലോ. അദ്വൈതിയായ ജാതി ചിന്തയാണുള്ളത്. ഞാനൊരിക്കലൊരു വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പുസ്തകം വായിച്ച് അത്രമാത്രം എന്നെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആളുടെ വീടിൻ്റെ അകത്തേക്ക് ആദ്യമായിട്ടാണ് ഒരാളെ പ്രവേശിപ്പിക്കുന്നത്. ഒരാൾ പക്ഷെ ഭക്ഷണം ഇന്ന് എറിഞ്ഞ് തരികയും ചെയ്തു താഴത്ത്. ഞാനത് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിളമ്പി തരുമെങ്കിൽ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് സോറി, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, ശീലം അതായി പോയതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ എനിക്ക് വിളമ്പി തന്നു. അപ്പം നമ്മൾ എത്ര ഉദാത്തമായ അറിവുണ്ടായാലും ശീലങ്ങൾ വിടാൻ പറ്റില്ല. അത് ചോദ്യം ചെയ്ത് സമരം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മാറ്റണം. അറിവ് കൊണ്ട് മാറില്ല. ഇപ്പം എൻ്റെ ഒരു പുസ്തകം വായിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ അത്രയും സ്നേഹിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം മോശക്കാരനല്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാനൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ച ആളാണ്, പിന്നീട് മതം വിട്ടുപോയ ആളാണ്, ഇപ്പോൾ ജീവിക്കുന്നത് ജാതി മതം ഇല്ലാതെയാണ്, ഒക്കെ അറിയാം. എന്നിട്ട് ആൾ വിളിക്കുന്നു. പക്ഷെ ആൾക്ക് എനിക്ക് വിളമ്പി തരുമ്പോൾ അങ്ങ് ഇടുന്ന ശീലത്തെ ആൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ അറിവ് കൊണ്ട് ആളുടെ ശീലം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ജാതീയത എന്ന് പറയുന്നത് ദർശനം കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്നതല്ല, അത് പ്രാക്ടീസ് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അദ്വൈതാവബോധം ഉണ്ടായി എന്ന് വെച്ചിട്ടൊന്നും നല്ല മനുഷ്യരുണ്ടാവില്ല. അപ്പം അത് നമ്മൾ നിരന്തര പ്രാക്ടീസിലൂടെ തന്നെ വരണം. ഈ ചോദ്യം എന്തായിരുന്നു ഇതിൻ്റെ? കാരുണ്യവും. അത് തന്നെ. അപ്പം ഈ കാരുണ്യം, ഇവിടെയാണ് കരുണ എന്ന് പറയുന്നത്. കരുണ നമ്മളെങ്ങനെയാണ് കരുണ? നമ്മുടെ ഉള്ളിലുള്ള കരുണ എന്ന് പറയുന്നത് നമുക്കുള്ളിൽ കരുണ വരുമ്പോൾ കൊടുക്കുന്നതാണ്. അതിനാണ് അത് കരുണയല്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യാചകനെ കാണുന്നു, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ ആർദ്രാവുന്നു, നമ്മൾ 100 രൂപ കൊടുക്കുന്നു, നമ്മൾ പോകും 10 രൂപ കൊടുക്കുന്നു. അതെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ കരുണ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ നമ്മൾ ഈക്വലായിട്ട് മനുഷ്യരോട് ഇതെന്നെ പോലെ മനുഷ്യനാണെന്ന് എൻ്റെ എന്ത് മൂഡായാലും അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഞാൻ നല്ല മൂഡിലാണോ മോശം മൂഡിലാണോ ദേഷ്യത്തിലാണോ വെറുപ്പിലാണോ അസ്വസ്ഥയിലാണോ എന്നുള്ളതിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാവശ്യക്കാരൻ വന്നാൽ അത് തൻ്റെ മുകളിലാണോ താഴെയാണോ ഒന്നും നോക്കാതെ തൻ്റെ മുമ്പിൽ ആവശ്യക്കാരൻ വരുമ്പോൾ എൻ്റെ മൂഡിനെ മാറ്റിവെച്ച് അയാളുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ എന്നിലുള്ള പങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് കരുണയുള്ള ആൾ. അത് ഒരു ഹയർ റിലം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന് അവനവനോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നല്ല കരുണയുള്ള ആളാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അൻപുള്ള ആളാവാൻ പറ്റൂ.
അതിന് എല്ലാം ഒന്നാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം. അവനവനോട് റെസ്പെക്റ്റും അവനവനോട് സമരം ചെയ്യാനുള്ള ഒരു കരുണ ആദ്യം ഉണ്ടാവണം. പിന്നെ അത് ചുറ്റുപാടിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണം. ഇത് മൂന്നും ചെയ്യുന്ന ഒരാൾക്ക് പറയുന്ന പേരാണ് കരുണാവാൻ എന്ന് പറയുന്ന വാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഗുരുവിൻ്റെ കൃതിയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗുരു പറയുന്നത് ഏറ്റവും വലിയ കരുണാവാൻ മുത്തു നബി രത്നമോ എന്ന് ചോദിക്കുന്നത് എല്ലാവരെയും കുറേ ആളുകളെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് കുറേ ആളുകളെ ഇങ്ങനെ ഗുരു ഉദാഹരണമായിട്ട് എടുക്കുന്നതിൽ മുഹമ്മദ് നബിയെയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു മാർഗദീപം എന്ന് പറയുന്നത് ഗുരുദർശനാണ്. ഗുരുദർശനം നമ്മുടെ മാർഗദീപമായിരിക്കെ നമ്മൾ ഗുരുദർശനത്തെ പിൻപറ്റാറുണ്ടോ? ഞാൻ ഗുരുവിനെ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മാർഗദർശനം എന്നുള്ള രീതിയിലല്ല, മനുഷ്യവംശത്തിന് ആധുനിക കാലത്ത് മുൻപോട്ട് പോകാനുള്ള ഒരു ദർശനം എന്നുള്ള നിലയിലാണ്. അതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുരു ഒരിടം തുടങ്ങിയപ്പോൾ, ആദ്യമായിട്ടൊരിടം തുടങ്ങിയപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൽ മനുഷ്യവംശത്തിൽ ആദ്യമാണ് ഒരു സ്പിരിച്വൽ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്നത്. മറ്റതൊക്കെ അതിനു മുമ്പൊക്കെ നമ്മളിങ്ങനെയുള്ള മനുഷ്യർ വന്നപ്പോഴൊക്കെ അത് ഇസ്ലാമിന്, ക്രിസ്ത്യാനിക്ക്, ബുദ്ധിസ്റ്റിന്, അദ്വൈതിക്ക്, വിശിഷ്ടാദ്വൈതിക്ക്, മാർക്സിസ്റ്റുകാർക്ക്, BJPക്കാർക്ക്, കോൺഗ്രസ്സുകാർക്ക്, മലയാളിക്ക്, ഇന്ത്യക്കാർക്ക്, പാകിസ്ഥാൻകാർക്ക്, ഇങ്ങനെ ഒരു കൂട്ടത്തെ നിശ്ചയിക്കുകയും ആ കൂട്ടത്തിന് വേണ്ടി ഉള്ള വ്യക്തികളാണ് ഉണ്ടായത്. അവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞത് വിശാലമായ ദർശനമായിരിക്കും, പക്ഷെ ഏവർക്കും വേണ്ടി ഒരിടം എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ദർശനമൊന്നും അവിടെ കൊണ്ടുവന്ന് വെക്കാതെ ഒരു സ്പേസ് ഉണ്ടാക്കി എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ട്, അതിൽ ഇന്ത്യക്കാരനൊന്നുമില്ല, കേരളീയനുമില്ല. അതിന് ജാതി ഭേദം പാടില്ല, മതം വേണ്ട എന്ന് പറയുന്നില്ല, ജാതി വേണ്ട എന്നാണ് ഗുരു പറയുന്നത്. മതം എന്ന് ഗുരു പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നല്ല, ഗുരു തന്നെ പറയുന്നുണ്ട് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണല്ലോ അർത്ഥം. അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളും കൂട്ടങ്ങളും ചേർന്നതാണ് മനുഷ്യ സമൂഹം. അതിലൊരു മികച്ച ഒരു ശരിയിൽ വന്നിട്ട് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഒന്ന് സമൂഹത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെ, അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് പരസ്പരം ദ്വേഷിക്കാതെ സഹോദരങ്ങളായിട്ട്, സൗഹൃദങ്ങളായിട്ട് ഒരുമിച്ചിരിക്കാൻ, എവിടെയും ഇരിക്കാൻ കഴിയുന്ന മനുഷ്യത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരാൾ. രണ്ടാമത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ്നോ സ്പിരിച്വലിനോ എന്തോ പറയാവുന്ന ഒരു ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്തുമ്പോൾ, സാധാരണ എന്താണ് തീർത്ഥാടനം? ലൗകികവും ഭൗതികവുമായ എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് തികച്ചും ഞാനും ദൈവവും മാത്രം എന്ന് പറയുന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി നടത്തുന്ന സമ്മേളനങ്ങൾ, യാത്രകൾ, ആരാധനകൾ, ഇങ്ങനെയാണ് ലോകത്തിൽ എന്നും തീർത്ഥാടനങ്ങളോ സമ്മേളനങ്ങളോ നടന്നിട്ടുള്ളത്. സ്പിരിച്വൽ സമ്മേളനം ആയിക്കോട്ടെ, റിലീജിയസ് സമ്മേളനം ആയിക്കോട്ടെ, എന്തും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് സാങ്കേതികത, ശാസ്ത്രം, വ്യവസായം, കൃഷി, വിദ്യാഭ്യാസം, മതം, ആത്മീയത എല്ലാം ചർച്ച ചെയ്യപ്പെടണം ഇവിടുത്തെ തീർത്ഥാടനത്തിൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ശിവഗിരിയിൽ നാരായണ ഗുരു മുമ്പോട്ട് വെക്കുമ്പോൾ അത് ആധുനിക മനുഷ്യന്, ലോകത്തിലുള്ള ആധുനിക മനുഷ്യന് മുമ്പോട്ട് വയ്ക്കുന്നത്, അത് ക്രിസ്ത്യാനിയും മുസ്ലിംസും ഹിന്ദുവും പാകിസ്ഥാൻകാരനും യൂറോപ്യൻകാരനും ഒക്കെ ചെയ്യേണ്ടതാണ്. സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്, ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ലോകമത സമ്മേളനം നടക്കുന്നു, ലോകത്ത് റിലീജിയസ് പാർലമെന്റുകൾ നടക്കും. എന്താണ് നടക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും ഒരു വട്ടത്തിൽ ഇരുന്നിട്ട് പ്രഭാഷണം നടത്തുന്നു. അവിടെ എവിടെയെങ്കിലും വ്യാവസായിക സമ്മേളനം നടത്തുന്ന ഏതെങ്കിലും സ്പിരിച്വൽ സെന്റർ ഉണ്ടാവും. ഇപ്പോഴാണ് ചെറുതായിട്ടുണ്ടായി വരുന്നത്. അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് നാരായണ ഗുരുവാണ്.